എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് നമ്മുടെ ഗംഗോത്രിയിൽ നിന്ന് ഉത്തരകാശിയിലേക്കുള്ള റിട്ടേൺ ട്രിപ്പിലാട്ടോ. അതിനിടയ്ക്ക് ഒരു സ്പോട്ടിലാണ്. ഇത് നമ്മളൊരു മെയിൻ സ്പോട്ടാണ് കേട്ടോ, ഗർത്തങ്കിളി. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും സമയം ഓൾറെഡി ലേറ്റായി, 5 മണിയാകുമ്പോഴത്തേന് ക്ലോസ് ചെയ്തു. അപ്പോൾ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ 8 മണിക്ക് നമുക്കിവിടെ വന്നിട്ട് പിന്നെ ഒരു ട്രെക്കിംഗ് ഉണ്ട്, 2 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോകാനല്ല കേട്ടോ. അതൊരു സർപ്രൈസാണ്, കിടില സ്ഥലമാണ്. ഓക്കെ, അങ്ങനെ അന്ന് വൈകുന്നേരം നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, അന്ന് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനടുത്തുള്ളൊരു സ്പോട്ട് നോക്കിയിട്ട് സ്റ്റേ നോക്കി ടെൻ്റ് അടിക്കാൻ പാകത്തിനൊരു സ്ഥലം നോക്കി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടോ. എന്നിട്ട് അവിടെ ഒരു സ്ഥലം കിട്ടിയ സമയത്ത് ഒരു മരത്തിൻ്റെ അടിയിൽ തന്നെയായിരുന്നു അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ഒക്കെ ചെയ്ത് അടുത്ത ദിവസം രാവിലെ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പ്ലാന്. 8 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേന് തിരിച്ച് രാവിലെ എത്തി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ അവിടെ സ്റ്റേ അടിച്ചിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതാണ് ഉത്തരാഖണ്ഡിലെ റോഡിൻ്റെ അവസ്ഥ, സൈഡ് നിറച്ച് പാറയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തു കേട്ടോ. പാസ് ഒരാൾക്ക് വരുന്നത് 200 റുപ്യാണ്. പിന്നെ ഇന്ന് കാലാവസ്ഥ കുറച്ച് മോശമാണ്, മഴ ചാറുന്നുണ്ട്, പിന്നെ കുറച്ച് മൂടലാണ്. വേഗം പോയിട്ട് വരണം എന്ന് പറഞ്ഞു എന്നോട്. നാളെ കയറ്റി വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്ര ദൂരം ആയതുകൊണ്ട് ചങ്ങാനോട് പറഞ്ഞത്, ചങ്ങായി പറഞ്ഞു ഓക്കെ പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ 200 റുപ്യ എടുത്തൊരു ടിക്കറ്റ് എടുത്തതാ. നമ്മൾ ട്രെക്കിങ് തുടങ്ങി കേട്ടോ. 2 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ താഴോട്ടുള്ള വ്യൂ എല്ലാം വീട്ടിലാണ്. എന്താണെന്ന് അറിയില്ല, ഏത് ട്രെക്കിങ് പോയാലും ഇപ്പം ഞാൻ ഒറ്റക്കാണ് കേട്ടോ ഫോറസ്റ്റിൽ. മിനിഞ്ഞാന്ന് മീൻസ് ഒരാഴ്ച മുമ്പാണ്, കഴിഞ്ഞ തിങ്കളാഴ്ച നാക്ടിബ ട്രക്കിങ് ചെയ്തത്. അന്നൊരു മനുഷ്യൻ പോലും ഉണ്ടായില്ല. ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു നീ അല്ലാതെ വേറൊരിടത്തിനും വന്നിട്ടുണ്ടായില്ല. നല്ല കൊക്കയാണ് കേട്ടോ താഴേക്കെല്ലാം. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ. സ്റ്റെപ്സ് എല്ലാം കുറച്ച് ഒരു സെറ്റാക്കിയിട്ടുണ്ടോ, മണ്ണ് ഇടിഞ്ഞു വേണ്ടൊക്കെ പലകെല്ലാം വെച്ച്. ഇവിടെ നോക്കിയാൽ ബ്രിഡ്ജാണ് കേട്ടോ. ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം വേറെ ഏത് ഫോറസ്റ്റിലും ഞാനങ്ങനെ കാണാറില്ല. അയ്യോ അടുത്തു പോകും. ഇടയ്ക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ശ്വാസകോശമൊന്ന് സെറ്റായി കിട്ടും. മഴ തുടങ്ങി കേട്ടോ, മഴ പെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നനഞ്ഞാലും പ്രശ്നമില്ല. ഞാൻ ഇതിനു വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തവിടെ. എന്നാലും കയറാം, ബാക്കി പിന്നെ നോക്കാം. ഇനി നമുക്കൊരു 1.5 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട് കേട്ടോ. കയറ്റം മാത്രമല്ല, കയറ്റവും ഇറക്കവും അങ്ങനെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ട്രക്കിംഗ് ഒരു മോഡറേറ്റ് പറയാനുള്ളൂ. അത് അധികം ഡിസ്റ്റൻസ് ഇല്ലല്ലോ, ആകെ 2 കിലോമീറ്ററേ ഉള്ളൂ. ഇങ്ങോട്ടാ കുത്തനെ ഇറങ്ങി പോന്നേമോ, പൊളിയല്ലേ, സ്ഥലമുള്ളൊരു രക്ഷയില്ല. ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട്. വഴിയെല്ലാം കിടില്ല കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് പൊളി. എന്തായാലും വെയിറ്റ് ചെയ്യും. അടിപൊളി കേട്ടോ. നമുക്ക് മരമൊന്നും ഇല്ലാത്തൊരു സ്ഥലം കിട്ടി, ഒരു വ്യൂ പോയിന്റ് പോലെ. അടിപൊളി. നമ്മൾ കയറി വന്ന വഴി കേട്ടോ. ദൂരെ നോക്കി നമുക്ക്
പാലം കാണാം, അതാ വണ്ടി പോകുന്നുണ്ടോ മരത്ത്. ആ പാലത്തിലേക്ക് കയറിയിട്ട് കേട്ടോ നമ്മൾ റൈറ്റിലേക്ക് പോയ ഉത്തരകാശി, ലെഫ്റ്റിലേക്ക് പോയ ഗംഗോത്രി. നാട്ടിലെ തിരക്കെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ വരണം കേട്ടോ. ഇവിടുത്തെല്ലാം എന്താ പറയുക, ഒന്നും വേണ്ട, ഇവിടുന്ന് ഒന്ന് ശ്വാസം എടുത്താൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അത്ര ഫ്രഷ് എയർ, നല്ലൊരു റിലാക്സേഷനാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഇഷ്ടം. നേച്ചറുമായിട്ട് അങ്ങനെ ഇടപഴകാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അതാണ് ഇപ്പോൾ ചൂസ് ചെയ്യാറ്. ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ളൊരു നല്ല സ്പോട്ട് നോക്കിയിട്ടാണ് ഞാൻ ക്യാമ്പ് ചെയ്യാറ്. എനിക്ക് ടൗൺ ഏരിയകളിലും വലിയ താല്പര്യമില്ല. അങ്ങനെ ഇനി 1 കിലോമീറ്റർ പോലും ഇല്ല, 900 മീറ്റർ കേട്ടോ. താഴോട്ട് ഇറങ്ങി പോകണം. ഈ സ്റ്റെപ്പിലൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തട്ടെ. വഴികളെല്ലാം വളരെ നാരമാണ് കേട്ടോ. സൂക്ഷിച്ച് കണ്ട് പോയില്ലെങ്കിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അത് പുഴയെ കിടക്കും. നല്ലൊരു ചെരുപ്പെല്ലാം ഇട്ടിട്ട് വരണം, ഷൂ എല്ലാം ഇട്ടിട്ട് വരണം എന്നാണ്. ബട്ട് നമ്മൾ ക്രോക്സ് ആണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഒരുവിധം എല്ലാ ട്രക്കിങ്ങും ചെയ്തത് സാധാരണ നമ്മളെ വള്ളിച്ചെരുപ്പിട്ടിട്ട് തന്നെയാണ്, ഹരിഹർ ഫോർട്ട് അടക്കം കേട്ടോ. അപ്പോൾ എല്ലാവരും വലിയ വടിയും ഫുള്ള് ബൂട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയൻ സന്ദീപ് ഉണ്ടായിരുന്നു അന്ന്. ഞങ്ങൾ ആകെ ട്രൗസറും ഒരു ടീഷർട്ടും അത് വിട്ടിട്ടാണ് പോയത്, വള്ളിച്ചെരുപ്പും. ഇപ്പോഴങ്ങനെതാ നമ്മളെ വേഷത മുണ്ട്, ഒരു ചെരുപ്പ്, ധാരാളം. പ്രൊഫഷണൽ ട്രക്കിങ്ങിന് പറ്റിയ അതിനും മാത്രം ട്രക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതൊരു 2 കിലോമീറ്ററേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എന്തായാലും സംഭവം കൊള്ളാം. അവരും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക് കാര്യമൊന്നുമില്ല. അത് അടിപൊളി കേട്ടോ. സ്ഥലങ്ങളൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ പ്രോപ്പറായിട്ട് അവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് പോലും ഞാൻ കണ്ടിട്ടില്ല, അത്ര നീറ്റാണ് കേട്ടോ. അതെന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊരു ഹാറ്റ്സ് ഓഫ്. കിടില്. സോ ഫൈനലി വി ആർ ഹിയർ. അപ്പോൾ നമുക്ക് ഇതാണ് സർപ്രൈസ്. ഈ സ്റ്റെപ്പുകൾക്കൊരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഉണ്ടോ, പൊളിയല്ലേ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും, സ്ലിപ്പാവും. കാരണം ഇത് നേരെ പലക അടിച്ച് വെച്ചതാണ്. ഇവിടെ താഴോട്ട് പോയാൽ നല്ല കിടിലം വ്യൂ കേട്ടോ. ഈ വുഡൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് ഉണ്ട ഒരു വഴിയാണ് കേട്ടോ. അന്നത്തെ ട്രേഡേഴ്സെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് വെച്ചാൽ പാറയിലേക്ക് ഹോളടിച്ചിട്ട് ഉണ്ടാക്കിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 11,000 അടി മുകളിലായത്, 500 മീറ്റർ നീളത്തിൽ. അതും കമ്പി ഹോളടിച്ച് അടിച്ച് വെച്ചിട്ട് പലക പാകിയത് കേട്ടോ. ഒന്നൊന്നര സെറ്റപ്പല്ലേ. ഈ സൈഡിൽ കാണുന്ന റിവറാണ് നീലങ് റിവർ കേട്ടോ. നീലങ് വാലി എന്നറിയപ്പെടും ആ താഴ്ഭാഗം. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഫുള്ളും മഴ പെയ്ത് നനഞ്ഞിരിക്കും കേട്ടോ. സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ പയ്യെ ഇറങ്ങുന്നു. 1962 ഇൻഡോ ചൈന വാറിൻ്റെ സമയത്ത് ഇതിന് കുറേ ഡാമേജ് എല്ലാം വരുന്നതിന് ശേഷം ഇത് കുറേ കാലം ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് 2021 ഓപ്പൺ ആക്കിയെന്നാണ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ലങ്ക ഫോറസ്റ്റ് നിന്ന് നമുക്ക് പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കയറാൻ പറ്റും. അടിപൊളിയാണ്. ഈ ക്ലിഫ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. താഴോട്ടുള്ള വ്യൂ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഏകദേശം അതിൻ്റെ ഒരു എൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെയാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. ഇവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ശരിക്കും പോകാൻ പറ്റും. അങ്ങോട്ട് ട്രക്കിംഗ് റൂട്ടുണ്ട്, അങ്ങോട്ടൊരു വഴിയുണ്ട്, ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അതിന് അപ്പുറത്തേക്ക് പിന്നെ വഴിയില്ലാന്ന് തോന്നുന്നു. അവിടം വരെ ഉള്ളൂ. അത് ഞാൻ റിസ്ക് ചെയ്തത്. ഇവിടെ ഒരു പാലൊക്കെ പണിയുന്നുണ്ട് അവർ.
അതൊക്കെ നോക്കി എന്താ റിസ്ക്കാണ്. കാരണം ഒരു മലയിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വലിയൊരു പാലാണ് കേട്ടോ. എന്തായാലും എങ്ങനെയുണ്ട് സ്ഥലം കിട്ടുന്നല്ലേ? എന്തോ ഒരു പ്രത്യേക ഫീലില്ല കേട്ടോ. ഈ മരത്തിൻ്റെ സ്റ്റെപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് ഉണ്ടാക്കിയത് അടിപൊളി. അപ്പോൾ ഗംഗോത്രി വരുന്നവർ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ബ്യൂട്ടിയാണ്, അതന്നെ മെയിൻ കാര്യം. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞൊരു മോഡറേറ്റ് ആണ്. ഞാനിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കിടക്കുന്നത് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ല, പല്ലൊന്നും വെച്ചിട്ട് ഇറങ്ങിയതാ. അയ്യോ മഴ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഭാഗം വരുന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സത്യം പറയാലോ. ഞാൻ ഇതിനു വേണ്ടി ഇന്നലെ ഇവിടെ വെയിറ്റ് ചെയ്ത ഒരു ദിവസം, പക്ഷേ നഷ്ടമായില്ല, അടിപൊളിയാണ്. മഴ തുടങ്ങി കേട്ടോ. മഴ പെയ്ത് നനഞ്ഞിട്ട് പലകെല്ലാം കുറച്ച് സ്ലിപ്പാവുന്ന പോലെ ഉണ്ട്. കുഴപ്പമില്ല. വരുന്നവർ മാക്സിമം പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും എടുക്കാണ്ട് വരും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. കാരണം അത്ര വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. ഇവിടെ അത്രക്കും നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോർത്തിലേക്ക് വന്ന സമയത്ത് പല സ്ഥലത്തും മെയിനായിട്ട് കണ്ടൊരു പ്രശ്നം അതാണ്, നീറ്റ്നെസ് വളരെ കുറവേട്ടാ. സ്വച്ഛ ഭാരത് എന്നൊക്കെ ബോർഡിൽ മാത്രമേ ഉള്ളൂ. വളരെ വളരെ ദയനീയമാണ് കാര്യം. അപ്പോൾ അയ്യോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞേട്ടാ, ഇനി കുഴപ്പമില്ല, ഇനി വണ്ടി മൂവ് ആയിക്കോളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള അടിപൊളി ലൊക്കേഷൻസുമായിട്ട് വരാം. ഓക്കെ. ഉത്തരാഖണ്ഡിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. ബാക്കിയുള്ള അമ്പലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അമ്പലങ്ങളൊക്കെ ഫേമസ് ആണെങ്കിലും നമുക്ക് വലിയ കാണാനോ കാര്യങ്ങളൊന്നുമില്ല, കൊത്തുമണികൾ കാര്യങ്ങളല്ല, എല്ലാവരും വിശ്വാസത്തിൻ്റെ പേര് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്പോട്ടുകളാണ് മെയിനായിട്ട് നമ്മൾ മിസ്സാക്കാണ്ട് കാണേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള അടുത്ത സ്പോട്ടുകൾ അന്വേഷിച്ച് യാത്ര തുടരുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പം ഞാൻ ഉത്തരകാശി പോകും. ഉത്തരകാശി പോയിട്ട് എന്താ പ്ലാൻ എന്ന് എനിക്കറിയില്ല. എനിക്ക് കേദാർനാഥ് ട്രക്കിങ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്തൊരു ലക്ഷ്യം. അപ്പോൾ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ലീവൊക്കെ സെറ്റാണെങ്കിൽ കേദാർനാഥ്, ബദ്രിനാഥ്, തുംഗനാഥ് എല്ലാം ട്രക്ക് ചെയ്യാനാണ് പ്ലാൻ കേട്ടോ. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് ലീവ് എടുത്തിട്ട്. മഴ വന്നാൽ കയറി വയ്ക്കാൻ ചെറിയൊരു ഗ്യാപ്പെല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടുന്ന് ടിബറ്റിലേക്ക് നടന്നു പോയാലൊരു സെറ്റപ്പ് ഈ വഴിയെല്ലാം അടിപൊളിയായിട്ടുണ്ടായെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? നടന്നു പോകുന്ന ആലോചിച്ച് നോക്കി എന്ത് അടിപൊളിയായിരിക്കും. ശരിക്കും അങ്ങനെ എന്തെങ്കിലും വഴിയെല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. എന്നാലും ഒരുവിധം നമുക്ക് ബോർഡർ ഏരിയയെല്ലാം നടന്നു പോകാൻ പറ്റിയെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ബോർഡർ എന്ന് വെച്ചാൽ ഇനി വലിയ ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, ഇന്ന് അടുത്ത് തന്നെ ആയിരിക്കും. ഉത്തരാഖണ്ഡിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. ഓരോ സ്ഥലത്തുനിന്ന് 100 കിലോമീറ്ററൊക്കെയാണ് മാറ്റം. തടിയെല്ലാം കുറക്കാൻ ആഗ്രഹമില്ലവർ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കുറച്ച് ട്രക്കിംഗ് എല്ലാം ചെയ്യുന്നത് നല്ല കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ കുറേ നാട്ടിൽ നിന്ന് ഡയറ്റെല്ലാം എടുത്ത് നോക്കിയതാണ്. ഞാനൊരു 98 കിലോളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ഡയറ്റ് എടുത്തിട്ടും എൻ്റെ തടിയൊന്നും കുറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ
ഈ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ 7.5 മാസമായി. ഈ 7.5 മാസം കൊണ്ട് എനിക്കൊരു 10 കിലോയിലൊക്കെ മുകളിൽ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. വയറെല്ലാം പോയി. ഇപ്പോഴത്തെ എനിക്ക് തന്നെ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ട്രെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നടക്കാറുണ്ട്. വണ്ടിയൊക്കെ എവിടെയെങ്കിലും വെച്ച് എല്ലാ ദിവസവും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ജിമ്മിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നതിലും നല്ലത് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ഞാനിനി തടി കൂടുമ്പോൾ ഒരു ട്രിപ്പ് അടിക്കും. അതാണ് എൻ്റെ മൈൻഡിൽ. ഇതാകുമ്പോൾ നമ്മളൊരു പാഷനുമാണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ്, പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ പോലെ കേട്ടോ. ബൈയോടൊരു ബൈ പറഞ്ഞ് ഇവിടുന്ന് വിടലായി. തിരിച്ച് ഉത്തരകാശിയിൽ നിന്ന് ഞാൻ നോക്കട്ടെ, ലീവെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വലിയ ട്രക്കിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വണ്ടി അങ്ങ് വടിയുണ്ട് കേട്ടോ. ഇവിടുന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ടേണിങ് അല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കോടമഞ്ഞും മഴയും നല്ലൊരു ആംബിയൻസ്. അപ്പോൾ ഓക്കെ, ഞാൻ പണി തുടങ്ങട്ടെ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.